ക്രിസ്തുവിൽ നമ്മെ സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ മരണത്തിന് പോലും കഴിയില്ല. മറിച്ച് മരണശേഷം ആ ബന്ധം മറ്റൊരു തലത്തിലേക്ക് മാറുന്നു എന്നേയുള്ളൂവെന്ന് ദിവംഗതനായ ഫ്രാൻസിസ് പാപ്പയുടെ വാക്കുകൾ കാലത്തിന്റെ പ്രവചനമായി അവശേഷിക്കുന്നു. ഫ്രാൻസിസ് പാപ്പ വിശുദ്ധരുടെ കൂട്ടായ്മയെക്കുറിച്ചുള്ള തന്റെ മതബോധന ഗ്രന്ഥത്തിൽ വിശദീകരിച്ച വാക്കുകൾ പാപ്പയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന വിശ്വാസി സമൂഹത്തിന് വലിയ സാന്ത്വനം പകരുന്നതാണ്. വിശുദ്ധരുടെ കൂട്ടായ്മ നിഷ്കൃഷ്ടാർത്ഥത്തിൽ സഭയാണെന്നും ഒരു വിശുദ്ധന്റെയോ അതിലുപരി പരിശുദ്ധ കനികാമറിയത്തിന്റെയോ മധ്യസ്ഥത്തിന് നാം നമ്മെ തന്നെ പൂർണ്ണമായി ഭരമേൽപ്പിക്കുമ്പോൾ പോലും നമ്മുടെ വിശ്വാസം മൂല്യമർജിക്കുന്നത് ക്രിസ്തുവുമായുള്ള ബന്ധത്തിൽ മാത്രമാണെന്നും ഫ്രാൻസിസ് പാപ്പ ഓർമ്മിപ്പിച്ചു. നമ്മെ ദൈവവുമായും നമ്മെ പരസ്പരവും ഒന്നിപ്പിക്കുന്ന ഈ ബന്ധത്തിന് ഒരു പ്രത്യേക നാമമുണ്ട്: വിശുദ്ധരുടെ കൂട്ടായ്മ. വിശുദ്ധരുടെ കൂട്ടായ്മയുടെ ശക്തിയാൽ സഭയിലെ ഓരോ അംഗവും തന്നോട് അഗാധമായ രീതിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. മരണത്തിന് പോലും തകർക്കാൻ കഴിയാത്ത വിധം ശക്തമാണ് ആ ബന്ധം. സത്യത്തിൽ വിശുദ്ധരുടെ കൂട്ടായ്മ ഈ ചരിത്ര നിമിഷത്തിൽ എന്റെ ചാരത്തുള്ള സഹോദരങ്ങളെ മാത്രമല്ല, ഐഹിക തീർത്ഥാടനം നിർവഹിച്ച് മരണത്തിന്റെ പടിവാതിൽ കടന്നവരെയും സംബന്ധിച്ചതാണ്. ക്രിസ്തുവിൽ നാം സ്നേഹിക്കുന്നവരിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ ആർക്കും കഴിയില്ല. നമ്മൾ അവരോടൊപ്പം ആയിരിക്കുന്ന രീതി മാത്രമേ മാറുന്നുള്ളൂ. എന്നാൽ ഒന്നിനും ആർക്കും ഈ ബന്ധം തകർക്കാൻ കഴിയില്ല. വിശുദ്ധരുടെ ഐക്യം ഭൂമിയിലെയും സ്വർഗത്തിലെയും വിശ്വാസികളുടെ സമൂഹത്തെ ഒന്നിച്ചു നിർത്തുന്നു. വിശുദ്ധർ നമ്മുടെ ചാരയുണ്ടെന്ന തോന്നലുളവാക്കുന്നതിനും നമ്മുടെ പേരിനും നാം ഉൾപ്പെടുന്ന സഭയ്ക്കും നമ്മുടെ വാസസ്ഥലത്തിനും അങ്ങനെ സകലത്തിനും നിമിത്തമായി തീരുന്നത് വിശുദ്ധരുടെ കൂട്ടായ്മയാണ്. നമ്മുടെ ജീവിതത്തിലെ നിർണായക നിമിഷങ്ങളിൽ വിശുദ്ധരിലേക്ക് തിരിയുന്നതിന് നമ്മെ എല്ലായ്പ്പോഴും പ്രചോദിപ്പിക്കേണ്ടത് ഈ വിശ്വാസമാണ്. ഫ്രാൻസിസ് പാപ്പ ഈ ലോകത്തിൽ നിന്നും ദേഹവിയോഗം ചെയ്തെങ്കിലും ഇപ്പോഴും അദ്ദേഹം നമ്മോടൊപ്പമുണ്ടെന്നും മധ്യസ്ഥം നൽകുന്നുവെന്നുമുള്ള ആശ്വാസവാക്കുകളാണ് പാപ്പ തന്റെ ജീവിത കാലയളവിൽ പങ്കുവച്ച ഈ വാക്കുകൾ. വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ ഫ്രാൻസിസ് പാപ്പയുടെ നാമവും എഴുതച്ചേർക്കപ്പെടട്ടെ എന്ന് ഓരോ ക്രൈസ്തവ വിശ്വാസിയും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷിഗേന ന്യൂസ്.